ഭാരതത്തിന്റെ സുരക്ഷാ വ്യൂഹത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും നിർണായക ശക്തിയായിട്ടില്ല. ഇന്ത്യൻ സേനയ്ക്ക് പാകിസ്ഥാനെ നേരിടുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. പാകിസ്ഥാൻ തൻ്റെ ആണവായുധങ്ങളെക്കുറിച്ച് വലിയ പ്രസ്താവനകൾ നടത്താറുണ്ട്. പക്ഷേ അവയുടെ സ്ഥാനം മുതൽ പ്രവർത്തന ശേഷി വരെ ഇന്ത്യക്കറിയാം. യുദ്ധാന്തരീക്ഷമുണ്ടായാൽ ആദ്യം തന്നെ ആണവ ശേഖരങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു കാട്ടി. അന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് 300 കിലോമീറ്റർ ഉള്ളിലേക്ക് കൃത്യമായി ആക്രമണം നടത്തി. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. മിസൈൽ ആക്രമണ ശേഷി ഇല്ലാതാക്കി. പ്രധാന സൈനിക താവളങ്ങളും ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങളും നശിപ്പിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ, ലഷ്കർ എ തോയ്ബയുടെ, ഹിസ്ബുൾ മുജാഹിദിന്റെ കേന്ദ്രങ്ങൾ പോലും ഭൂമിയോട് ചേർത്തു. ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ എത്ര ശക്തമായി സംരക്ഷിക്കാമെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ച സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യക്ക് യഥാർത്ഥമായി വെല്ലുവിളി പാകിസ്ഥാനല്ല, ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പക്ഷേ ചൈനയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാന് ഇന്ത്യൻ മണ്ണിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ അവരുടെ സൈനിക ശക്തി നിലംപൊത്തുകയായിരുന്നു. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പിന്നീട് വെളിപ്പെടുത്തിയത്, ഒരു ദിവസത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ 11 സൈനിക കേന്ദ്രങ്ങൾ, 5 യുദ്ധവിമാനങ്ങൾ, 4 റഡാർ യൂണിറ്റുകൾ, 2 കമാൻഡ് സെന്ററുകൾ, 3 ഹാങ്ങറുകൾ എന്നിവ തകർത്തുവെന്നാണ്. അതായത് ഒരു രാജ്യത്തെ മുഴുവനായി നിലംപരിശാക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ഇന്ത്യൻ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ഉടൻ നടപടിയെടുക്കണം. അല്ലാത്തപക്ഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാമത്തെ അധ്യായം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങുമെന്നും ഇന്ത്യ ഒരിക്കലും വെറും വാക്കുകൾ പറയാറില്ല, പറഞ്ഞാൽ നടപ്പാക്കും. അതാണ് ലോകം തിരിച്ചറിയേണ്ടത്. ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഉണ്ടായ ചെറുത്തുനിൽപ്പ്. ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. രണ്ടാമത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ രൂപപ്പെട്ട പുതിയ സൈനിക സഹകരണം. സൗദിയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം വളരെ ശക്തമാണെങ്കിലും പാകിസ്ഥാനുമായി ചേർന്ന കരാറുകൾ ഇന്ത്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കരുതുന്നത് അമേരിക്കയുടെയും സൗദിയുടെയും പിന്തുണയോടെ തങ്ങൾക്ക് സുരക്ഷിതമായി മുന്നേറാമെന്നതാണ്. പക്ഷേ ഇന്ത്യ നൽകിയിരിക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നമ്മുടെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളെ ഇനി ഒരിക്കലും നാം സഹിക്കുകയില്ല. ട്രംപ് ഇടപെട്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്നുള്ള അവകാശവാദത്തിന്മേൽ ഇന്ത്യ അമേരിക്ക ബന്ധം പിന്നീട് വഷളായി. അതിനാൽ അടുത്ത തവണ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതാണ് സൈനിക മേധാവികളുടെ കർശനമായ മുന്നറിയിപ്പ്. അതിനാൽ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ പോലും നിലനിൽക്കാൻ സാധ്യതയില്ല. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.